5.5 വർഷമായിട്ട് ഇയർ ബാലൻസിങ്ങിൻ്റെ പ്രോബ്ലം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബാലൻസിങ്ങിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ചെവിയും ബ്രെയിനുമായിട്ടുള്ള കണക്ഷൻ്റെ ഞരമ്പിൻ്റെ കേടാണ്. ഈ സഹോദരി ഇപ്പോൾ ഏകദേശം അരമണിക്കൂറിലധികമായി ഈ മുൻപിൽ നിൽക്കുകയാണ്. ഇങ്ങനെ ഇയാൾ ഇത്രയും സമയം ഒരു പരസഹായം ഇല്ലാതെ എങ്ങും പിടിക്കാതെ നിൽക്കുവോ? നിൽക്കില്ലായിരുന്നു. അപ്പോൾ ഇതൊരു അത്ഭുതമാണ്. This is a miracle. മൂന്ന് മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റില്ല. 3 മിനിറ്റ് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് പിടിക്കണം, അല്ലെങ്കിൽ നിലത്ത് വീഴും. പക്ഷെ ഇത്രയും സമയമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ആ ആളിനെ ഇത്രയും നേരം ഇവിടെ നിർത്തിയേ. ലാസ്റ്റ് ഹാഫ് ആൻ അവർ. ഓക്കെ, അരമണിക്കൂറായി. ഓക്കെ, എന്തുവായിരുന്നു ആന്റിക്ക് ഉണ്ടായിരുന്ന പ്രശ്നം? 5 വർഷമായിട്ട് ഇയർ ബാലൻസിങ്ങിൻ്റെ പ്രോബ്ലം. മരുന്ന് കഴിക്കുന്നുണ്ട്, തലക്കറക്കമൊക്കെ മാറി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബാലൻസിങ്ങിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ചെവിയും ബ്രെയിനുമായിട്ടുള്ള കണക്ഷൻ്റെ ഞരമ്പിൻ്റെ കേടാണ് എന്നാണ് ഇപ്പോൾ ലാസ്റ്റ് മന്ത് ഡോക്ടറെ കാണാൻ പോയപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിൽക്കുക. എവിടെയെങ്കിലും ഒരു കാലിനൊരു ബലക്കുറവോ ബാലൻസ് ഇപ്പം എന്തിലും ആടുന്ന പോലെയാണ്. ഞാൻ കിച്ചണിലൊക്കെ നിന്നിട്ട് ജോലി ചെയ്യുന്നത്, എനിക്ക് സ്ലാബിൽ പിടിക്കണം. കിച്ചണിൽ 2 കസേര ഇട്ടിട്ടുണ്ട്. എവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇരിക്കണമെന്ന് തോന്നുന്നു, ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ജോലി ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ സ്ലാബിൽ ചാരി ലെഫ്റ്റ് ഹാൻഡ് സ്ലാബിൽ കൊടുത്തിട്ടാണ് നിന്ന് ഞാൻ ജോലി ചെയ്യുന്നത്. ഇന്ന് ഈ ചർച്ചിൽ കൂടെ വന്ന ആരെങ്കിലും സിസ്റ്ററെ, ചേട്ടത്തിയ അല്ലേ? ഈ സഹോദരി പറഞ്ഞത് ശരിയാണോ? ഒന്ന് പറയാമോ അവരുടെ പ്രശ്നം എന്തായിരുന്നെന്ന്? ബാലൻസിന്റെ പ്രോബ്ലം ആണ്. ചേച്ചിക്ക് കിച്ചണിൽ ജോലി ചെയ്യാനൊന്നും പറ്റൂല. ചേച്ചി ഒരു അഡ്ജസ്റ്റ് ചെയ്താൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ നിൽക്കാൻ ഇപ്പൊ അരമണിക്കൂറായിട്ട് ആളവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പൊ പ്രയർ ഇപ്പൊ നടന്നുകൊണ്ടിരുന്നപ്പോഴും ചേച്ചി അവിടെ നിൽക്കാൻ പറ്റാത്തോണ്ട് ചെയറിൽ ഇരിക്കുവായിരുന്നു. ഇപ്പോഴും മുമ്പ് പ്രയർ ആരാധന സമയത്ത് കസേര ഇരിക്കുമായിരുന്നു. ഈ സഹോദരി ഇപ്പോൾ ഏകദേശം അരമണിക്കൂറിലധികമായി ഈ മുൻപിൽ നിൽക്കുകയാണ്. ഇങ്ങനെ ഇയാൾ ഇത്രയും സമയം ഒരു പരസഹായം ഇല്ലാതെ എങ്ങും പിടിക്കാതെ നിൽക്കുവോ? നിൽക്കില്ലായിരുന്നു. അപ്പോൾ ഇതൊരു അത്ഭുതമാണ്. This is a miracle. കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു.